നമസ്കാരം. ഹദക് വിഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തു നിന്നും പാങ്ങോട് ദേശത്തേക്ക് പോകുന്ന വഴിയിലെ ഒരു കൊടും വളവ്. രാത്രിയുടെ യാമങ്ങളിൽ ശാന്തമായെത്തുന്ന വാഹനങ്ങളിലെ യാത്രക്കാർ ഈ വളവിലെത്തുമ്പോൾ പെട്ടെന്ന് ചുറ്റും ഭീകരമായ എന്തൊക്കെയോ അലർച്ചകൾ കേൾക്കുന്നു. ഈ വളവിലെത്തുമ്പോൾ പല വാഹനങ്ങളുടെയും എഞ്ചിനുകളും ലൈറ്റുകളും തനിയെ ഓഫാകുന്നു. ബൈക്ക് യാത്രക്കാർ ബൈക്കിൽ നിന്നും തനിയെ എടുത്തെറിയപ്പെടുന്നു. വാഹനങ്ങളുടെ ടയറുകളുടെ കാറ്റ് പോകുകയും അവ തനിയെ ഓഫാകുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് ഭയന്ന് ധരിച്ചു നിൽക്കുന്നവരുടെ മുൻപിലേക്ക് മിന്നൽ പോലെ ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെടുന്നു. കേരളത്തിലെ നിഗൂഢത നിറഞ്ഞ കഥകളിലെ മുൻനിരയിലെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു കൊടും വളവിൻ്റെ കഥ. പതിറ്റാണ്ടുകളായി മലയാളികൾ കേട്ടും വായിച്ചും അറിഞ്ഞിട്ടുള്ള ആ പേടിക്കഥയുടെ കാഴ്ചയും കഥകളും നിറഞ്ഞ സുമതി വളവിലേക്ക് സ്വാഗതം. യഥാർത്ഥ സംഭവത്തിൻ്റെ ചുവട് പിടിച്ച് നിരവധി കെട്ടുകഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഗർഭിണിയായ സുമതിയെ കാമുകനായ രത്നാകരനും കൂട്ടുകാരനും ചേർന്ന് ചതിച്ച് കൊലപ്പെടുത്തിയ ഈ വളവിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയോ ഒരു ദുരൂഹതകൾ അനുഭവപ്പെടാത്തവർ ചുരുക്കമാണ്. സാഹസികത ഇഷ്ടമുള്ളവർ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ റോഡിലേക്ക് കാഴ്ചകൾ തേടി പോകുമ്പോൾ അതിനേക്കാൾ ഭീകരമായ ഒരു കഥയാണ് കൊല ചെയ്യപ്പെട്ട സുമതി ബാക്കിയാക്കിയത് എന്ന സത്യവും നാം അറിയണം. വെളുത്ത് വടിവൊത്ത ശരീരവും ഒത്ത പൊക്കവും കണങ്കാൽ വരെ നീണ്ടുകിടക്കുന്ന മുടിയും കരിനീല കണ്ണുകളുമൊക്കെയുള്ള 20 വയസ്സോളം മാത്രം പ്രായമുള്ള അതിസുന്ദരിയായ സുമതി എന്ന പെൺകുട്ടി. സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമല്ലായിരുന്നു സുമതിയുടേത്. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം സുമതി നാട്ടിലെ പ്രമാണിയായ താണു മുതലാളിയുടെ വീട്ടിൽ വേലക്കാരിയായി പോകുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്ന അവൾ അവിടുത്തെ അടുക്കള ജോലിക്കിടയിലും പഠിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. താണു മുതലാളിക്ക് രത്നാകരൻ എന്നൊരു മകനുണ്ടായിരുന്നു. ക്രമേണ 24-കാരനായ രത്നാകരനുമായി അവൾ പ്രണയത്തിലാവുകയും രത്നാകരൻ്റെ വിവാഹ വാഗ്ദാനത്തിൽ മയങ്ങുന്ന സുമതി അവനിൽ നിന്നും ഗർഭിണിയാകുകയും ചെയ്യുന്നു. വലിയ കുടുംബക്കാരും സമ്പന്നമായി ഉയർന്നു നിൽക്കുന്നവരുമായിരുന്നു രത്നാകരൻ്റെ കുടുംബം. അതുകൊണ്ട് തന്നെ അവൾ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ അയാളുടെ മനസ്സു മാറുകയും തന്നെ വിവാഹം കഴിക്കണമെന്ന സുമതിയുടെ നിർബന്ധവും കൂടിയാകുമ്പോൾ രത്നാകരൻ അവളെ എങ്ങനെയും എന്നേക്കുമായി ഇല്ലാതാക്കുവാൻ തീരുമാനിക്കുന്നു. 1953 ജനുവരി 27 ചൊവ്വാഴ്ച പാങ്ങോട് മധുര ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവ ദിവസം രാത്രി 10 മണിയോടുകൂടി ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് രത്നാകരൻ തൻ്റെ അംബാസിഡർ കാറിൽ സുമതിയെയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. തമിഴ്നാട്ടിലെവിടെയെങ്കിലും പോയി വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞാണ് അവളെ കൂട്ടി ഇറങ്ങിയതെന്നും ചില കഥകൾ പറയുന്നു. കാർ കുറച്ചു ദൂരം പിന്നിടുമ്പോൾ സുഹൃത്തായ രവീന്ദ്രനെയും രത്നാകരൻ കാറിൽ കയറ്റുന്നു. എന്നാൽ കാർ പാങ്ങോടെത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് പകരം നേരെ പാലോടേക്ക് തിരിയുകയും മൈലമൂട് പാലത്തിനു സമീപം വനാതിർത്തിയിലെത്തിയപ്പോൾ കാർ കാട്ടിനുള്ളിലേക്ക് കയറ്റി നിർത്തുകയും ചെയ്യുന്നു. വഴി നിശ്ചയമില്ലാതിരുന്ന സുമതിയോട് അമ്പലത്തിലേക്ക് ഇതിലെ കുറുക്കുവഴിയുണ്ടെന്ന് അവർ പറഞ്ഞു ധരിപ്പിക്കുകയും അത് വിശ്വസിക്കുന്ന സുമതി അവർക്കൊപ്പം നടക്കുകയും ചെയ്യുന്നു. സുമതിയെ സൂത്രത്തിൽ ഉൾവനത്തിലെത്തിച്ച് കൊല നടത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനിടയിൽ കാമുകൻ്റെയും കൂട്ടുകാരൻ്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നുന്ന സുമതിക്ക് താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലാവുകയും അവൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവളെ പിന്തുടർന്ന് പിടിക്കുന്ന അവർ കാട്ടുവള്ളികൾ ഉപയോഗിച്ച് അവളുടെ കൈകൾ കൂട്ടിക്കെട്ടി വനത്തിനുള്ളിലൂടെ വലിച്ചിഴയ്ക്കുകയും ദിശ തെറ്റുന്ന രത്നാകരനും സുഹൃത്തും ഉൾവനമെന്ന് ധരിച്ച് നടന്നെത്തുന്നത് കല്ലറ പാലോട് റോഡിൽ ഇപ്പോൾ സുമതിയെ കൊന്ന റോഡ് എന്നറിയപ്പെടുന്ന എസ് വളവിന് സമീപത്തേക്കായിരുന്നു. പിന്നീട് അവിടെ നടക്കുന്നത് കൊടും ക്രൂരത നിറഞ്ഞ ഒരു കൊലപാതകമായിരുന്നു. തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും തന്നെ കൊല്ലരുതേ എന്നും
എവിടെയെങ്കിലും ഉപേക്ഷിച്ചോളൂ, ഒരിക്കലും തിരിച്ചു വരില്ലെന്നും അവൾ കരഞ്ഞു പറയുന്നെങ്കിലും രത്നാകരൻ സുമതിയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് കഴുത്ത് മലർത്തിവെച്ച് അവളുടെ കഴുത്തിൽ കത്തി താഴ്ത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തുടർന്ന് കഴുത്ത് അറ്റുമാറായ നിലയിൽ അവളെ അവിടെ ഉപേക്ഷിച്ച് സംഭവസ്ഥലത്തു നിന്നും അവർ ഓടി രക്ഷപ്പെടുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഈറ്റ വെട്ടാനെത്തിയ ആദിവാസികളായ കാണിക്കാർ ഏതോ മരത്തിൽ ചാരിവെച്ച നിലയിൽ അവളുടെ മൃതദേഹം കാണുന്നതോടെയാണ് അതിക്രൂരമായ ആ കൊലപാതകം പുറത്തുവരുന്നത്. അന്നു മുതൽ ആ സ്ഥലം സുമതിയെ കൊന്ന വളവെന്നറിയപ്പെടാനും തുടങ്ങി. സംഭവം നടന്ന് 6 മാസത്തിനു ശേഷമാണ് രത്നാകരനും രവീന്ദ്രനും പോലീസിൻ്റെ പിടിയിലാകുന്നത്. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഇരുവരും 15 വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതരാകുന്നെങ്കിലും താമസിയാതെ രവീന്ദ്രനും പിന്നീട് രത്നാകരനും മരണപ്പെടുന്നു. കൊല ചെയ്യപ്പെട്ടത് ഗർഭിണിയായതിനാൽ ഇവിടം അറുകൊലയുടെ വാസസ്ഥലമായി നാട്ടുകാർ ചിത്രീകരിക്കുകയും അങ്ങനെ സുമതി നാട്ടുകാരുടെ ഭ്രമാത്മക കഥകളിലേക്ക് നടന്നു കയറുകയും ചെയ്യുന്നു. സുമതിയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്ന കഥകൾ വാമൊഴിയായും വരമൊഴിയായുമൊക്കെ പരക്കുന്നതോടെ വെള്ളവസ്ത്രം ധരിച്ചെത്തുന്ന സ്ത്രീരൂപം റോഡരികിൽ ഉലാത്തുന്നത് കണ്ടുവെന്ന് പലരും അവകാശപ്പെടുവാനും പലപ്പോഴും റോഡിനു മുകളിലെ പൊന്തക്കാട്ടിൽ നിന്നോ തൊട്ട് താഴെയുള്ള കാടുമൂടിയ ഗർത്തത്തിൽ നിന്നോ ഭീകര ശബ്ദങ്ങൾ ഉയരുന്നതായും അർദ്ധരാത്രിയിൽ ഈ വളവിലെത്തുന്ന വാഹനങ്ങളുടെ എഞ്ചിനുകൾ തനിയെ ഓഫാകുന്നതായും ബൈക്ക് യാത്രികർ ബൈക്കിൽ നിന്നും എടുത്തെറിയപ്പെടുന്നതായും ലൈറ്റുകൾ താനെ അണയുന്നതും ടയറുകളുടെ കാറ്റുപോകുന്നതുമായ കഥകൾ പ്രചരിക്കുകയും അവ കാട്ടുതീ പോലെ പരക്കുകയും ചെയ്യുന്നതോടെ ഒരു കാലത്ത് പട്ടാപ്പകൽ പോലും ഇതുവഴി കടന്നുപോകാൻ ആളുകൾ മടിച്ചിരുന്നതായും പറയപ്പെടുന്നു. ഇവിടുത്തെ ആ പഴയ കാട്ടുവഴി ഇന്ന് ഇടവേളയില്ലാതെ നിരവധി വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന റോഡായിരിക്കുന്നു. സുമതി വളവിൻ്റെ ഭാഗത്ത് റോഡിൻ്റെ കിടപ്പ് ശരിയല്ലെന്നും കൊടും വളവായതിനാൽ കൃത്യമായ ഗിയറിലല്ല വാഹനമെങ്കിൽ എൻജിൻ ഓഫായി പോകുന്നത് സ്വാഭാവികമാണെന്നും അങ്ങനെ ഡ്രൈവർമാർ കൃത്യമായി ഗിയറിടാത്തതിനുള്ള പഴിയും ആണധികാരത്തിൻ്റെ കുടിലതയിൽ ജീവൻ നഷ്ടപ്പെട്ട പാവം സുമതിക്ക് തന്നെ ചാർത്തിക്കൊടുക്കുകയാണെന്നും സുമതിയുടെ പ്രേതത്തിൻ്റെ പേരിൽ നിരവധി സാമൂഹിക വിരുദ്ധർ വളവിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങളെ ഭയപ്പെടുത്തുകയും പണവും മറ്റും അപഹരിക്കുകയും ചെയ്തതായും നാട്ടുകാർ പറയുന്നു. സുമതിയുടെ കണ്ണീരിൻ്റെ നനവുള്ള സുമതി വളവും കടന്ന് കഥകളുടെ സാഗരം തേടിയുള്ള യാത്ര ഞങ്ങൾ തുടരുന്നു. നിങ്ങളും ഒപ്പമുണ്ടാവണം.